ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങ അച്ചാറാണ്. കുറേ ആൾക്കാർ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു അച്ചാറാണ്. എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഞാൻ 5 മാങ്ങ നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാത്ത പോലെ തോർത്തിയെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് മുറിച്ച് വെച്ച മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സിർക്കയും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് മൂടി വെക്കാം. ഇങ്ങനെ ഒരു ദിവസം വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഉപ്പെല്ലാം പിടിക്കും നന്നായിട്ട്. എന്നിട്ട് അച്ചാറിടാൻ വേണ്ടി ഉണക്കമുളക് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മുളകിട്ട് നന്നായി അരച്ചെടുക്കാം. ഞാൻ ചെറിയ ജാർ എടുത്തത് കൊണ്ട് 2 പ്രാവശ്യമായി അരച്ചെടുക്കുന്നുണ്ട്. അരക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കാവുന്നതാണ്. ഞാൻ ഏകദേശം 1/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം എടുക്കാം. ഈ പരുവത്തിന് നന്നായി അരഞ്ഞ ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. പിന്നെ കടുക് കൂടി ചേർക്കാം. എല്ലാത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഈ ഒരു പരുവാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി കുറേശ്ശെയായാണ് ചേർത്തത്. ഓരോ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ചായിരിക്കും പഞ്ചസാരയുടെ ആവശ്യം. അപ്പോൾ അത് ടേസ്റ്റ് നോക്കി ചേർക്കാം. പിന്നെ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നോക്കി ചേർക്കാവുന്നതാണ്. ഈ അരപ്പിലേക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങ ചേർക്കാം. ഞാൻ അങ്ങനെ തന്നെ ഒഴിക്കുന്നുണ്ട്. മാങ്ങയുടെ ഉപ്പ് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റായിരുന്നു. അപ്പോൾ അതിന് ഈ അരപ്പിന് ആവശ്യമായ ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എൻ്റേത് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇട്ടോ. ഈ സമയത്ത് ഞാൻ ഒരിക്കൽ കൂടി ടേസ്റ്റ് നോക്കി കുറച്ച് പഞ്ചസാരയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാരയ്ക്ക് പകരം ഈത്തപ്പഴവും ഉപയോഗിക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയായിരിക്കും നല്ലത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടി ചേർക്കാം. ഇത് കടിക്കാനൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ചേർക്കാം. പിന്നെ കരിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റാം. ഇതിൻ്റെ ഒരു പച്ച തൊയ്ക്കിലെല്ലാം ഒന്ന് പോയ ശേഷം നമുക്ക് ഇത് അച്ചാറിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് എണ്ണയുടെ ചൂടൊക്കെ മാറുമ്പോൾ നമുക്കൊരു കുപ്പിയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.